പത്തനംതിട്ടയിൽ ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്ത സംഭവത്തിൽ കുടുംബത്തെ ഇറക്കി വിടില്ല എന്ന് ജില്ലാ കലക്ടർ. ഭൂമിയുടെ മുൻ ഉടമയ്ക്കെതിരെ കേരള ബാങ്ക് പോലീസിനെ സമീപിക്കും. തട്ടിപ്പ് നടത്തിയത് മുൻ ഭൂവുടമയായ വിജയകുമാറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കളക്ടറുടെ പ്രതികരണം. കേരള ബാങ്കിനോട് ഇന്നലെ അതിൻ്റേതായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറും കേസ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അത് പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ തീരുമാനമാണ് ഇന്നലെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ലൈഫ് മിഷൻ്റെ ആൾക്കാരെ നമ്മൾ എവിക്റ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വരുന്ന 12 സെൻറ്റ് വസ്തു അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കേരള ബാങ്കിൻ്റെ ഒരു കടം തീർക്കാം എന്നുള്ള രീതിയിൽ ഒരു സജഷൻ അവരുടെ ബോർഡിലേക്ക് വെക്കുക എന്നുള്ളൊരു തീരുമാനം ഇന്നലെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർജറി, ഈ രീതിയിലൊരു ഫോർജറി കാണിച്ചിരിക്കുന്ന ആൾക്കെതിരെ നിയമപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം ഇന്നലെ നൽകിയിട്ടാണ് മീറ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ പ്രതികരണമാണ്. കുടുംബത്തിന് ആശ്വാസമാണ്. ജപ്തി നടപടി തൽക്കാലത്തേക്ക് ഒഴിവാക്കുക എന്നാണ്. അതേസമയം ആ തട്ടിപ്പിന്റെ ഗൗരവം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. CK അബ്ലാൽ വിവരങ്ങളുമായുണ്ട്. അബ്ലാൽ, ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്? ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടാണ് കേരള ബാങ്ക് ജപ്തി ചെയ്തത്. എങ്ങനെയാണ് ഈ ജപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ായിട്ടുള്ള വിജയകുമാരൻ നായർ 2017 മാർച്ച് മാസം അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന 15 സെന്റ് ഭൂമി ഈട് നൽകി കേരള ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. ഈ വിവരം മറച്ചുവെച്ചുകൊണ്ട് 2 മാസങ്ങൾക്ക് ശേഷം 2017 ജൂൺ മാസത്തിൽ 15 സെന്റിൽ 3 സെന്റ് ഭൂമി പ്രഹ്ലാദന് കൈമാറുന്നു. ആ പ്രഹ്ലാദനാണ് ഈ സ്ഥലം അതിന്റെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. അതേസമയം തന്നെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ബാങ്ക് അറിഞ്ഞിരുന്നില്ല. ചുരുക്കത്തിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന ഭൂമി കൈമാറ്റം ചെയ്തു എന്ന് അടക്കമുള്ള വിവരങ്ങൾ യഥാസമയം ബാങ്കിനെ അറിയിക്കുകയോ ബാങ്ക് അറിയുകയോ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈട് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പിനെ യഥാസമയം അറിയിക്കുന്നതിനും ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ തട്ടിപ്പിന് ഇടയാക്കിയ സാഹചര്യം എന്നുള്ളതാണ് കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ചുരുക്കത്തിൽ ബാങ്കിനെ കബളിപ്പിച്ച വിഷയം മുൻനിർത്തിക്കൊണ്ട് ബാങ്ക് മുൻ ഭൂവുടമയായിട്ടുള്ള വിജയകുമാരൻ നായർക്കെതിരെ പോലീസിൽ പരാതി നൽകും. അതേസമയം തന്നെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്നത് കഴിഞ്ഞ ദിവസം ജപ്തി ചെയ്തതിലൂടെ വലിയ പ്രതിസന്ധിയിലായ പ്രഹ്ലാദന്റെ കുടുംബത്തെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയില്ല എന്നുള്ളതാണ് നിലവിലെ ധാരണ. അവശേഷിക്കുന്ന 15 സെന്റിൽ 3 സെന്റ് മാത്രമാണ് പ്രഹ്ലാദനുള്ളത്. ബാക്കി വരുന്ന 12 സെന്റ് ഭൂമി വിറ്റ് പണം ഈടാക്കുക, വായ്പാ തുക തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് ബാങ്ക് കടക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഡയറക്ടർ ബോർഡ് ചർച്ച ഇറക്കി വിടില്ല എന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം തന്നെയാണ്. CK അബ്ലാലാണ് വിവരങ്ങൾ നൽകിയത്.